ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സാണ്. അതേപോലെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാളയും ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കാണെങ്കിൽ ഇവിടെ മസാല ഉണ്ടാക്കാം. ഞാൻ ഒരു വലിയ സവാള ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് എണ്ണയ്ക്കകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല വഴട്ടിയെടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു പച്ചമുളക് മതി. നമ്മൾ കുരുമുളകൊക്കെ ഇട്ട് ചിക്കൻ വേവിക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള എരി കാണും. എന്നിട്ട് ഇത് നല്ല ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഈ മൂന്നും കൂടെ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചിക്കൻ വെന്ത ചിക്കൻ ആണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എന്നിട്ടാണ് ഈ മസാലയ്ക്കകത്ത് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗ്രൈൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് വെന്ത ചിക്കൻ നമ്മുടെ കൈ കൊണ്ട് തന്നെ പിച്ചി ഇടുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് നൂല് പോലെ ആയിപ്പോയി. ഞാനിവിടെ 1.5 ഗ്ലാസ് മൈദയും അതിൻ്റെ കൂടെ ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത്. അപ്പം നൈസായിട്ട് കിട്ടും. നമുക്കാണെന്നുണ്ടെങ്കിൽ തരിയൊന്നും ഇല്ലാതെ വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മൈദയുടെ കൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ. മാവ് കട്ടിയായിട്ടിരിക്കാൻ പാടില്ല. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കട്ടിയാകാൻ പാടില്ല. എന്നിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു പാനിൽ നമുക്കിങ്ങനെ ഒരു ദോശ പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നൈസായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല, ചിക്കൻ്റെ മസാലയാണെങ്കിൽ അതിൻ്റെ മിഡിലിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനൊരു പോക്കറ്റ് ഷേപ്പിൽ മടക്കിയെടുക്കണം. കുറച്ചുകൂടെ നല്ല ഷേപ്പിൽ മടക്കിയെടുക്കാം. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ പോക്കറ്റ് ഷേപ്പിലാക്കിയിട്ട് അതിന് ശേഷം ഒരു എഗ്ഗ് എടുത്തിട്ട് അതിൽ കുരുമുളക് പൊടിയും കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട്, ആവശ്യത്തിന് ഉപ്പ് കൂടാൻ പാടില്ല, നമ്മളെല്ലാത്തിനകത്തും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് കൂടാൻ പാടില്ല. എന്നിട്ട് അത് നല്ല ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ ആവശ്യത്തിന്, ഞാനിപ്പോൾ ബട്ടറാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓയിൽ ചേർക്കാം, പക്ഷേ വെളിച്ചെണ്ണ ചേർക്കണ്ട. വേറെ ഓയിലോ ഇല്ലെങ്കിൽ നെയ്യോ എല്ലാം കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ആരെങ്കിലും ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.